ചൂടുകാലമാണ്. പാമ്പുകളെല്ലാം മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നത്. അല്ല, നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ചൂടുകാലം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു അറിവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിന് മുന്നേ നമ്മുടെ നാട്ടിൽ 37-38 ഡിഗ്രി ചൂടുണ്ടായിട്ടുണ്ട്. അന്ന് ഇത്രയും നമുക്ക് പാമ്പ് ഉണ്ടായിട്ടുണ്ട്, പാമ്പ് കടികളുണ്ടായിട്ടുണ്ട്, ഒന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പാമ്പുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പാമ്പുകളെ കാണും. കാരണം ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാമ്പിടി എൻ്റെ ഒരു 39 വർഷം പോട്ടെ, പബ്ലിക്കിന് വേണ്ടി 25 മേളിലേറെ സർവീസിൽ നിന്ന് കൂട്ടാം. 25 കൂട്ടിയാൽ മതി, ബാക്കിയൊന്നും കൂട്ടാം. ഇപ്പോൾ എല്ലാവരും ഒരു വർഷം കഴിഞ്ഞിട്ട് 25 വർഷമായെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ 25 വർഷത്തെ സർവീസിനുണ്ട് എനിക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്ത് നിന്ന് വലിയ മോർക്കിനെയോ ചെറിയ മോർക്കിനെയോ കിട്ടിയിട്ടില്ല. അപൂർവമായിട്ടുള്ള വണ്ടിയിലും എല്ലാം വന്ന് ബോഡി വരുന്ന വണ്ടിയിലും എല്ലാം വന്ന് ഇറങ്ങിയെന്ന് കിട്ടിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഈ കൈത്തണ്ടയ്ക്ക് കനമുള്ള ഇത്രയും വലിയ മൂർഖന്മാരെ കിട്ടും. എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊരു അറിവ് നമ്മുടെ നാട്ടിലില്ല. ഒരു പാമ്പിനെ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തിരുന്നു ഞാൻ. ഇപ്പോൾ പാമ്പിനെ കൊണ്ട് ആൾക്കാർ ഭയപ്പെടുമ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഇനി എൻ്റെ അമ്മയ്ക്ക് വിളിച്ചാലും എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ട്. അപ്പോൾ ഞാനത് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പാമ്പിൻ്റെ എണ്ണം കൂടുന്നു, ഇത് എവിടെ നിന്ന് വരുന്നു? ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കണം. നമ്മുടെ നാട്ടിൽ പാമ്പിനെ പിടിക്കുന്നു, ശരിയാണ്. പാമ്പിനെ തുറന്നു വിടുന്നതിൻ്റെ എന്തെങ്കിലും ഒരു കണക്കുകൾ, എന്തെങ്കിലും പോളിസി നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിൽ ആകപ്പാടെ പാമ്പിനെ പിടിച്ചാൽ റിലീസിങ് പോളിസി ഉള്ള ഒരു സംസ്ഥാനം മഹാരാഷ്ട്ര മാത്രമാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ പാമ്പുകളുടെ ഇപ്പോൾ ഞാൻ ഇന്നൊരു രാവിലെ ഒരു പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്താറായി പറഞ്ഞ് അത് വേറെ ഒരാളൊന്നും പിടിച്ചിട്ട് ആളാരെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇവർ വനം വകുപ്പിൽ കൊണ്ട് ഇപ്പോൾ വനം വകുപ്പ് പിടിക്കുന്ന പാമ്പുകൾക്ക് അവർക്ക് പിടിക്കുന്ന പോളിസി കണക്കുണ്ട്, വിടുന്ന കണക്കുണ്ട്. പിന്നെ ചില ആൾക്കാർ പിടിക്കുന്ന സാധനങ്ങൾ അവിടെ കൊണ്ടുപോയിക്കുന്നു, അതിൻ്റെ കണക്കുണ്ട്. ചില ആൾക്കാർ പിടിക്കുന്ന സാധനങ്ങളൊന്നും നമ്മുടെ വനം വകുപ്പിലേക്ക് എത്തുന്നില്ല, കൃത്യമായിട്ട് കാട്ടിലേക്ക് പോകുന്നില്ല. ഇത് പോണ വഴിക്ക് തുറന്നു വിട്ട് പോകുന്ന ഒരുപാട് പരാതി. നിങ്ങൾക്കറിയാം, നമ്മൾ പോർട്ട് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ പറ്റും. നമുക്ക് കരിക്കാത്തൊരു വീടിൻ്റെ പരിസരത്ത് 4-5 വലിയ മൂർഖന്മാരെ കൊണ്ടുവിട്ടൊരു പരാതി അവരവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ പക്ഷേ ഒരുപാട്, ആലപ്പുഴയായിരുന്നില്ല, എല്ലാ ജില്ലയിലും ഇങ്ങനെ ഒരു പരാതിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് സെറ്റാക്കി എടുക്കണം, ഒന്ന് ശ്രദ്ധിച്ചതിൻ്റെ കണക്കുകൾ. പിന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സർപ്പ എന്നൊരു ആപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ആപ്പ് നിയന്ത്രിക്കുന്നത് സർക്കാരല്ല, സർക്കാർ അത് നിയന്ത്രണം പറഞ്ഞു. ഇത് കാണുന്നവർ ഒരിക്കലും ഇത് തെറ്റിദ്ധാരണയാണെന്ന് പറയരുത്. ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഞാൻ പുള്ളിക്കാരനത് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു എന്താ പറയുക, ഒരു ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ലെപ്പേഡ് എന്ന് പറഞ്ഞൊരു സംഘടനയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൽ ഈ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഇന്ത്യ എന്നാണ് അതിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യൻ സർക്കാരിൻ്റെ അതല്ല, അതൊരു വ്യക്തിയുടെ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അപ്പോൾ അതൊക്കെ മാറി നമ്മുടെ സംസ്ഥാനത്തിന് വനം വകുപ്പ് ഇപ്പോൾ കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതര ക്രമക്കേടാണ് എന്ന തരത്തിൽ അത് ചേട്ടൻ 100% അടിവരയിട്ട് പറയുന്നു. ഒരിക്കലും അത് പാടില്ല. നമ്മുടെ സർക്കാർ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കിട്ടുന്ന പാമ്പടിയുടെ സ്നേക്ക് ബൈറ്റ് ഡാറ്റാസ് അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്, ഇത് ആർക്കാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്, അവർക്ക് എന്തെങ്കിലും വനം വകുപ്പിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ, എന്തെങ്കിലും കണക്കുകളുണ്ടോ? ഇപ്പം നമുക്ക് പാമ്പിനെ പിടിക്കുന്ന ഡാറ്റാസ് ഇത് ആർക്കാണ് പോകുന്നത്? നമ്മുടെ സർക്കാരാണ് പോകുന്നത്, നമ്മുടെ വനം വകുപ്പിനാണ് പോകുന്നത്? ഒന്നുമില്ല. ഇതൊരു സ്വകാര്യ കമ്പനിക്ക്, സ്വകാര്യ കമ്പനി. ഇതൊക്കെ ആദ്യം നമ്മൾ നിയന്ത്രിക്കുക. അതല്ലേ ആദ്യം നമ്മൾ നിയന്ത്രിക്കേണ്ടത്. കുറേ ആൾക്കാരെ പാമ്പ് പിടിക്കാതെ പടച്ചു വിട്ടിട്ട് അവരെന്ത് ചെയ്യും? ഇപ്പം ഇന്നത്തെ ഒരു കാണുന്നത് 128 പാമ്പ് കൊടുത്തക്കാർ കേരളത്തിൽ, തിരുവനന്തപുരം ജില്ലയിൽ. എവിടെ ഇവർ പിടിക്കുന്ന പാമ്പുകൾ എവിടെ? എന്താണ് ഇതിൻ്റെ കണക്കുകൾ? എവിടെയെങ്കിലും കണക്കുണ്ടെങ്കിൽ കാണിക്കൂ. ഞാൻ കണക്കുണ്ടെങ്കിൽ കാണിക്കൂ. ഇതൊക്കെ നിർത്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പാമ്പടിയുടെ എണ്ണം കൂടും, മരണവും കൂടും. നിങ്ങൾക്കറിയാം, ചൂട് നിങ്ങൾക്ക് ഇന്നലെ ജനിച്ചവരല്ല, നിങ്ങൾക്ക് 10-30 വർഷം മുന്നേ ജനിച്ചു. നിങ്ങൾക്കറിയാം, ഈ 30 വർഷത്തിനിടയിൽ 38 ഡിഗ്രി ചൂട് കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? പാമ്പ് കടി ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും പാമ്പടി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ? എന്തുകൊണ്ട് ഇപ്പോൾ മാത്രം ഈ 2-3-4 വർഷത്തിന് ഇപ്പുറം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. എന്തായിരിക്കും അങ്ങനെ ഒരു ഇത്രയും അധികം പാമ്പ് കടി സംസ്ഥാനത്ത് പാമ്പുകളെ പല സ്ഥലത്തും ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ട് തുറന്നു വിടുന്നു. ഇതിൽ ഒരു സംശയമില്ല. എത്ര ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേരിന് എന്നെ അമ്മയ്ക്ക് വിളിച്ചാൽ എനിക്ക് പ്രശ്നമാണ്. 100 തെളിവുകൾ ഞാൻ തരാം നിങ്ങൾക്ക്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.